ഖദർ, ഖിദർ എന്നും പറയാറുണ്ട്, ഖദർ എന്നും പറയാറുണ്ട്, രണ്ടും പറയാവുന്നതാണ്. പൊതുവെ പ്രസിദ്ധമായ പ്രയോഗം ഖദറാണ്. ഖദർ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെയല്ല. ഖദർ എന്നതാണ് പൊതുവെ അല്ലാഹു അലം പ്രസിദ്ധമായ പ്രയോഗം. ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ നാട്ടിൽ ഖദർ നബിയെക്കുറിച്ച് ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്. അതിൽപ്പെട്ട അദ്ദേഹം ഇതുവരെ മരിച്ചിട്ടില്ല, അതുപോലെ ഖദറിന് ഒരു വിരലുണ്ട് എന്നാണോ അല്ല ഒരു വിരലില്ല എന്നാണോ, അധികം ഉണ്ട്, ഖദറിന് ഒരു വിരൽ അധികമുണ്ട് എന്നത് നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലൊന്നാണ്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂഫികൾ പലതരം കഥകൾ പടച്ചുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ കഥകളുടെ പുറകിലുള്ള ലക്ഷ്യം? അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അഖീദ വിഷയങ്ങളിൽ ഖദർ നബിയാണോ അല്ലേ എന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം വിഷയത്തിൽ കിതാബ് രചിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ കിതാബിൽ അദ്ദേഹം പറഞ്ഞു, വക്കാന ബഅദു അകാബിറുൽ ഉലമാഇ യഖൂൽ, മുൻഗാമികളിൽപ്പെട്ട വലിയ വലിയ ചില പണ്ഡിതന്മാർ അവർ പറയാറുണ്ടായിരുന്നു, അവ്വലു ഉഖ്ദത്തിൻ തുഹല്ലു മിനസ് സൻദഖതി ഇഅ്തിഖാദു കൗനിൽ ഖദറി നബിയൻ, ഖദർ ഒരു നബിയാണ് എന്ന് വിശ്വസിക്കുന്നത് മുതലാണ് ഒരാൾ വഹ്ദത്തുൽ വുജൂദിൻ്റെയും അതുപോലെ തന്നെ സൂഫി പഴച്ച വിശ്വാസങ്ങളുടെയും ചങ്ങലക്കെട്ടിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുന്നതിൻ്റെ തുടക്കം ഖദർ നബിയാണെന്ന് വിശ്വസിക്കലാണ്. കാരണം ഖദർ നബിയാണോ അല്ലേ എന്ന അഭിപ്രായ വ്യത്യാസത്തിൻ്റെ മേലാണ് സൂഫികൾ പല പഴച്ച വിശ്വാസങ്ങളും ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ നവാഖിൽ ഇസ്ലാം വായിച്ചാൽ അല്ലേ, അത് നിങ്ങൾ പഠിക്കുന്ന നവാഖിൽ ഇസ്ലാമിലെ ഒരു നാഖിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഒന്ന് അദ്ദേഹം എണ്ണിയതെന്നെ, മൻ ഇഅ്തഖദ അന്ന അഹദൻ യസഉഹുൽ ഖുറൂജു അൻ ശരീഅത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ വസഅൽ ഖദർ അൽ ഖുറൂജ അൻ ശരീഅത്തി മൂസ ഫഖദ് കഫർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിൽ നിന്ന് ഖദർ പുറത്തു കടന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ നിന്ന് ഒരാൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും. അതൊരാൾക്ക് ബാധകമല്ല. റസൂലുള്ളാഹിന്റെ ശരീഅത്ത്, അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ വിധിവിലക്കുകൾ എനിക്ക് ബാധകമല്ല. ഏതുപോലെ മൂസാ നബിയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ഖദറിന് ബാധകമാകാതിരുന്നതുപോലെ എന്ന് ഒരാൾ പറഞ്ഞാൽ കാഫിറാണ്. അഖീദയുമായി ബന്ധമുണ്ട് ഈ വിഷയത്തിന്. ഒന്നാമത്തെ കാര്യം, ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബിയാണ്. അതാണ് ബഹുഭൂരിപക്ഷം അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളുടെ ഖൗൽ. വിരലിലെണ്ണാവുന്ന ആളുകളല്ലാതെ അതിനെതിര് പറഞ്ഞിട്ടില്ല. പിന്നെയുള്ളത് സൂഫികളാണ്. അവർ പറഞ്ഞു ഖദർ വലിയാണ്, ഔലിയാക്കന്മാരിൽപ്പെട്ടവരാണ്. ഇത് ഇവരെന്തിനാണ് പറയുന്നത്? ഇത് പറയുന്നത് ഇതിനു വേണ്ടിയാണ്. അവർ പറഞ്ഞു, കണ്ടില്ലേ, മൂസക്ക് നൽകപ്പെടാത്ത വിജ്ഞാനങ്ങൾ പലതും ഖദറിനുണ്ടായിരുന്നു. മൂസ നബിയാണ്, ഖദർ വലിയാണ്. അപ്പം നബിമാർക്ക് നൽകപ്പെടാത്ത പല വിവരങ്ങളും ഇന്ന് കാലഘട്ടത്തിൽ ആർക്കുണ്ട്? ഔലിയാക്കന്മാർക്കുണ്ട്. മൂസാ നബിയുടെ നിയമങ്ങളും വിധിവിലക്കുകളും ആർക്കു ബാധകമായിരുന്നില്ല? ഖദറിന് ബാധകമായിരുന്നില്ല. അതേപോലെ ഈ കാലഘട്ടത്തിലുള്ള ഔലിയാക്കന്മാർ അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിവിലക്കുകൾ ബാധകമല്ല. മനസ്സിലായി നിൽക്കുക പറഞ്ഞതിൻ്റെ എങ്ങോട്ട് ഇത് കൊണ്ടുപോകുന്നത്? അതുകൊണ്ടാണ് ഇബ്നു ഹജർ പറഞ്ഞത്, ഖദർ നബിയാണെന്ന് വിശ്വസിക്കൽ മതനിഷേധത്തിൻ്റെ ആദ്യത്തെ കണ്ണി അറുക്കുന്നതിൻ്റെ തുടക്കമാണ്. കാരണം ഈ വിശ്വാസത്തിൽ സൂഫികൾ ഉണ്ടാക്കിയെടുത്ത അതിനുമാത്രം ചിന്തകളുണ്ട്. തരീഖത്തുകാരെ നിങ്ങൾ ഇതുപോലെ തന്നെയാണ്. ചെന്ന് കഴിഞ്ഞാൽ ഖദറുമായി ബന്ധപ്പെട്ട എണ്ണമില്ലാത്ത കഥകളുണ്ടായിരിക്കും. അതിൽ പലതും ഖുറാഫാത്തുകളാണ്. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം നബിയായിരുന്നു, അദ്ദേഹം ഒരിക്കലും വലിയായിരുന്നില്ല. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം അതിന് ധാരാളം തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദറിൻ്റെ അടുക്കൽ ദീൻ പഠിക്കാൻ പോയി എന്നതാണ്. മൂസാ നബി ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ്, റസൂലാണ്. അദ്ദേഹം ഖദറിൻ്റെ അടുക്കലേക്കാണ് ചെല്ലുന്നത്. ഒരു നബി തൻ്റെ താഴെയുള്ള വലിയൻ്റെ അടുത്തേക്ക് പോവുക എന്നത് സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും മൂസയെ ആ രൂപത്തിൽ ആ അവസ്ഥയിലേക്ക് എത്തിക്കുകയില്ല. നബിമാർ അവരുടെ അടുത്ത് നിന്നാണ് മറ്റുള്ളവർ പഠിക്കേണ്ടത്. ഒരു നബി മറ്റൊരു നബിയുടെ അടുത്തേക്ക് പോകുക എന്നുള്ളതോ അത് സാധ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിൻ്റെ സമയത്ത് മൂസയോട് സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല വിവരങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇസ്രാ മിഅ്റാജിൻ്റെ സമയത്ത് ഒരു നബി മറ്റൊരു നബിക്ക് വിവരം കൊടുക്കുക എന്നുള്ളത് സാധാരണമായ കാര്യമാണ്. പക്ഷേ ഒരു നബി ഒരു വലിയൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വേണ്ടി ചെല്ലുക എന്നതോ അത് ഒരിക്കലും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ കഹ്ഫിൽ ഈ വിഷയം വിവരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് നോക്കൂ. മൂസാ നബി പറഞ്ഞ വാക്കെന്താ? ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ. ഹൽ അത്തബിഉക, ഖദർ ഞാൻ നിങ്ങളെ പിൻപറ്റട്ടെ എന്നാണ് ചോദിച്ചത്. അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്ന് ചിലത് താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി. അതുപോലെ തന്നെ അദ്ദേഹം നബിയായിരുന്നു എന്നതിനുള്ള തെളിവുകളിൽപ്പെട്ടതാണ് അദ്ദേഹം ഒരു കുട്ടിയെ കൊന്നു എന്നത്. ആർക്കും അഭിപ്രായവ്യത്യാസമില്ലാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ്. നബിമാർക്ക് എന്തുണ്ടായിരിക്കും? വഹി ഉണ്ടായിരിക്കും. ഔലിയാക്കന്മാർക്ക് വഹയില്ല. ഒരു വഹയിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റില്ല.
അയാൾക്ക് പുറമേക്ക് അയാൾ എന്ത് ചെയ്തിട്ടില്ല, ആ കുട്ടിയെ കൊല്ലുന്ന ഇതൊക്കെ ചരിത്രം അറിയാലോ, ഞാൻ വീട് ആവർത്തിക്കേണ്ടതില്ല. ഒരു 2 രക്ഷിതാക്കൾക്കുണ്ടായിരുന്ന ഒരു കുട്ടിയെ ഖദർ വധിച്ചു കളഞ്ഞു. അങ്ങനെ ഒരാളെ വധിക്കുക എന്നത് ഒരിക്കലും അസ്മത്തുള്ള അള്ളാഹുവിൻ്റെ സന്ദേശം കൊണ്ടല്ലാതെ ചെയ്യാൻ പാടില്ല. ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അത് ചെയ്തു എന്നത് നബിയാണെന്നത് തെളിവാണ്. 3-ാമത്തെ കാര്യം, അദ്ദേഹം കപ്പലിന് ഓട്ടയിട്ടു എന്നതാണ്. കപ്പലിന് തുളയിട്ടാൽ സാധ്യതയുള്ള ഒരു കാര്യം എന്താണ്? ചിലപ്പോൾ അത് മുങ്ങിയിട്ട് ആളുകൾ മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാര്യം അദ്ദേഹം ചെയ്തത് വഹീൻ്റെ അടിസ്ഥാനത്തിലാകാതെ തരമില്ല. ഔലിയാക്കന്മാർക്ക് എന്തു എന്നാലും വഹയില്ല. അവർക്ക് ആകെയുള്ളത് കൂടിപ്പോയാൽ പറയാവുന്ന ഒരു കാര്യം ഇൽഹാമാണ്, അള്ളാഹുവിൻ്റെ മനസ്സിൽ തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. ഇൽഹാം ഒരിക്കലും എന്തല്ല, ഉറപ്പുള്ള കാര്യമല്ല. ഒരു കാര്യം ഇൽഹാമാണോ അള്ളാഹുവിൽ നിന്നുള്ളതാണോ നമ്മുടെ മനസ്സിലുണ്ടായ തോന്നലാണോ ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതിനൊക്കെ പുറമെ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം മൂസയോട് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ, വമാ ഫഅൽതുഹു അൻ അംരി, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല. ഇങ്ങനെ പല കാരണങ്ങൾ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിൻ്റെ പണ്ഡിതന്മാർ പിൽക്കാലഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ പറഞ്ഞ കാര്യമെന്ന് വേണമെങ്കിൽ പറയാം. ഖദർ നബിയാണ് എന്നത് അവർക്കിടയിൽ അത്രമാത്രം സ്ഥിരപ്പെട്ട അഭിപ്രായമാണ് അലൈഹി സ്വലാത്തു വസ്സലാം.